സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഐ.ടി.യിലെ വ്യത്യസ്ത ട്രേഡുകാർക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് സാധിക്കുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിലെ വേക്കൻസിയെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. സോ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിലെ ഇന്ത്യയിലുള്ള വ്യത്യസ്ത സ്റ്റേറ്റുകളായിട്ടുള്ള പൈപ്പ് ലൈൻ ഡിവിഷനുകളിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന സാലറി എന്ന് പറയുന്നത് ഫോർ പൈപ്പ് ലൈൻ ഡിവിഷനിൽ നമ്മുടെ പോസ്റ്റ് കോഡ് 401 ഇതിൽ വരുന്ന സാലറി 23,000 മുതൽ 78,000 രൂപ വരെയാണ് ബേസിക് പേ എന്ന് പറയുന്നത്. അതായത് എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലേക്ക് ഇതിനേക്കാൾ കൂടുതൽ സാലറിയും ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെല്ലാം ട്രേഡുകാർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതെന്ന് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പോസ്റ്റ് പേര് ടെക്നിക്കൽ അറ്റൻഡൻറ്റ് ഗ്രേഡ് 1 എന്നാണ്. പോസ്റ്റ് കോഡ് 401. മെട്രിക് അതായത് 10ാം ക്ലാസ്സും അതുപോലെ തന്നെ ഐ.ടി.യിലെ വ്യത്യസ്ത ട്രേഡുകൾ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, അത് SCVT ആയിരുന്നാലും കുഴപ്പമില്ല, NCVT ആയിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ 2 വർഷത്തെ ഇലക്ട്രീഷ്യൻ, അതുപോലെ തന്നെ ഇലക്ട്രോണിക് മെക്കാനിക്, ഫിറ്റർ, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്, കെമിക്കൽ പ്ലാന്റ്, മെഷീനിസ്റ്റ് ഗ്രൈൻഡർ, മെക്കാനിക്കൽ ഓപ്പറേറ്റർ, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ടർണർ, അതുപോലെ തന്നെ വയർമാൻ, 2 ഇയർ വയർമാൻ, ദെൻ റോഡ്സ്മാൻ മെക്കാനിക് ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ്, ഇൻഫോർമേഷൻ ടെക്നോളജി ആൻഡ് ESM, മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷണർ MRAC, ദെൻ 1 വർഷത്തെ മെക്കാനിക് ഡീസൽ എന്നിങ്ങനെയുള്ള വ്യത്യസ്ത ട്രേഡുകൾക്കാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, വേക്കൻസികൾ വന്നിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് കൂടി എന്ത് ചെയ്യണം, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നും തീരുമാനിക്കുക കേട്ടോ. അപ്പോൾ 401 ടെക്നിക്കൽ അറ്റൻഡൻറ്റിൻ്റെ പോസ്റ്റിലേക്ക് കേരളത്തിൽ ഒഴിവില്ല, എവിടെയാണ്, മറ്റ് സംസ്ഥാനങ്ങളാണ്. പക്ഷേ സിലബസ് സംസാരിക്കും ഇതിന് ശേഷം. അപ്പോൾ നിങ്ങൾക്ക് ആ സിലബസ് ഓക്കെ ആണ്, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൽ വെച്ചിട്ട് എക്സാം ഇല്ല, പക്ഷേ ചെന്നൈയിൽ എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കും. മറ്റ് സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഉറപ്പായിട്ടും പോയി എക്സാം അറ്റൻഡ് ചെയ്യുക. കാരണം കേരളത്തിൽ മാത്രമേ ഞാൻ ജോലി ചെയ്യൂ എന്നുള്ള ഒരു മൈൻഡ് ഐ.ടി.ഐ പഠിച്ച നമ്മളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളതല്ല. വ്യത്യസ്ത സ്ഥലങ്ങളിലായിരുന്നാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നമില്ല. കാരണം ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ വ്യത്യസ്ത ട്രാൻസ്പോർട്ടേഷൻ മാർഗ്ഗങ്ങളുണ്ട്. നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ സാധിക്കും, അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊക്കെ പോകാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ നല്ല സാലറി ആയി കഴിഞ്ഞാൽ പിന്നെ പോക്ക് വരവിനൊരു ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ഇതിൽ വേക്കൻസി ഏറ്റവും കൂടുതലുള്ളത് WRPL ഗുജറാത്തിലാണ് കേട്ടോ. അൺറിസർവ്ഡിൽ നിന്ന് 12 വേക്കൻസികളുണ്ടാവും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ബാക്കി വേക്കൻസികളൂടെ ഇവിടെ പറയുന്നുണ്ട്. ടോട്ടലാണ് 12 വേക്കൻസി. ദെൻ ഇവിടെ അൺറിസർവ്ഡിന് 6 വേക്കൻസികളാണുള്ളത്. ഓക്കെ, അതായത് ആർക്കും ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ റിസർവേഷനായിട്ടുള്ള 3 വേക്കൻസികൾ, അതിൽ OBC 3 വേക്കൻസി ഉണ്ട്. ദെൻ 111 എന്ന് കാണിക്കുന്നത് EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ 1 വേക്കൻസി, SC 1 വേക്കൻസി, ST 1 വേക്കൻസി. ആ പോസ്റ്റുകളിലേക്ക്, അതായത് OBC ആ പോസ്റ്റുകളിലേക്കും അതായത് കാറ്റഗറിയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. പക്ഷേ അൺറിസർവ്ഡ് 6 വേക്കൻസി എല്ലാവർക്കും പറ്റും. ദെൻ അതുപോലെ സമാനമായിട്ടുള്ള ടെക്നിക്കൽ അറ്റൻഡൻറ്റിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഉത്തർപ്രദേശിലായിക്കോട്ടെ, ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഒഡീഷ, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വേക്കൻസികളുണ്ട്. ഏറ്റവും കൂടുതലുള്ളത് ഇതായതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം മെൻഷൻ ചെയ്ത് പറഞ്ഞതെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇനി നമുക്കിതിൻ്റെ എന്താണ് അറിയേണ്ടത്, സിലബസ് അറിയണം. അതിനു മുമ്പായിട്ട് എക്സാം സെൻറ്റർ എവിടെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു തിടുക്കം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എക്സാം സെൻറ്റർ എവിടെ വരും എന്നുള്ളത് കൂടി നമുക്കൊന്ന് നോക്കിയിട്ട് അതിൻ്റെ സിലബസിലേക്ക് പോകാം. എക്സാം സെൻറ്റർ വിശാഖപട്ടണം മുതൽ, സോ അത്രയും ഒന്നും പറയേണ്ട. നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് നമ്മളിവിടെ നിന്നുണ്ടാണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ എന്തുണ്ട്, എക്സാം സെൻറ്റർ വരുന്നുണ്ട്. പിന്നെ എവിടെ വരുന്നുണ്ട്, ചെന്നൈയിൽ എക്സാം സെൻറ്റർ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് കുറച്ച് എളുപ്പമുള്ള സ്ഥലങ്ങളാവും. പിന്നെ മറ്റ് സ്ഥലങ്ങളിൽ കൂടി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഏതാണോ എക്സാം സെൻറ്റർ ഇവിടുന്ന് എവിടെന്നെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സാം സെൻറ്റർ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. ഓക്കെ, പിന്നെ റാഞ്ചിയൊക്കെ ഉണ്ടാവും. ഇത് റാഞ്ചിൻ്റെ മുകളിലുണ്ട്. ഓക്കെ, അപ്പോൾ ചെന്നൈ, ബാംഗ്ലൂരു ഇതിലൊക്കെ എന്താണ് നമുക്ക് എക്സാം സെൻ്ററായിട്ട് വരുന്നുണ്ട്. ഇനി അടുത്തത് വരുന്നത് സിലബസാണ് നമുക്ക് പ്രധാനമായിട്ടും അറിയാനുള്ളത്. ഓക്കെ, സിലബസിന് മുമ്പായിട്ട് ഏജിൻ്റെ കാര്യം കൂടി ഒന്ന് പറയാം. ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 18 വയസ്സ് മുതൽ ഒരു 26 വയസ്സ് വരെയാണ് ഒരു ഏജ് വരുന്നുണ്ടാവുക. 31/7/2024 എന്ന് പറയുന്ന ഈ ഒരു തീയതിക്ക് എന്തുണ്ടായിരിക്കണം, 18 വയസ്സും മുതൽ 26 വയസ്സ് വരെ, അതായത് 18-ൽ കുറയാനോ 26-ൽ കൂടാനോ പാടില്ല.
ഓക്കെ 31/7/2024 എന്ന ഡേറ്റ് നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് മറ്റ് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതിന് നമ്മൾ ഏജിൻ്റെ കാര്യത്തിൽ സബ്മിറ്റ് ചെയ്യേണ്ടത് 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ഒക്കെ ആയിരിക്കണം. ഓക്കെ, പിന്നെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള PDF ഇടുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് ഡിസ്കസ് ചെയ്യൽ കുറച്ച് എന്താ പറയുക, ഒരുപാട് ലിങ്ക്ഡായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. വലിയൊരു PDF ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊന്ന് വായിച്ചു നോക്കാം. പവർ ഓഫ് IT എന്നുള്ള ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. സോ ഇവിടെ 26+ എന്ത് ചെയ്യുന്നുണ്ട്, SC ST കാൻഡിഡേറ്റ്സിനാണെന്നുണ്ടെങ്കിൽ 5 വയസ്സ് കൂടി ഇളവ് വരുന്നുണ്ട്. അതായത് SC ST കാൻഡിഡേറ്റിന് 31 വയസ്സ് വരെയും, OBC നോൺ ക്രിമിലിയർ OBC NCL വരുന്നവർക്ക് ഒരു 26ൻ്റെ ഒപ്പം 3 വയസ്സ് വരെ, അതായത് 29 വയസ്സ് വരെയും ഏജ് റിലാക്സേഷൻ ആ ഒരു നേരത്തെ പറഞ്ഞ തീയതിക്കുള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. പിന്നെ അതുകൂടാതെ മറ്റ് കാര്യങ്ങൾ കൂടി ഇവിടുന്ന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഏജ് റിലാക്സേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വായിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് അപ്രന്റീസ്ഷിപ്പുമായി ബന്ധപ്പെട്ട് അങ്ങനെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ഏറ്റവും കൂടുതൽ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടോപ്പിക്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്തു പോകുന്നത്. ഇനിയാണ് അടുത്തത് സിലബസ് ഡിസ്കഷനാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ എക്സാം എന്നാണ് എന്നുള്ളതും നോട്ടിഫിക്കേഷന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കണം. അപ്പോൾ സെലക്ഷൻ മെത്തഡോളജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്, ആദ്യമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു എക്സാമും ഉണ്ടായിരിക്കും. അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊരു ക്വാളിഫയിങ് നാച്ചറാണ്, മാർക്ക് ഉണ്ടാവില്ല, അതിൽ ജയിക്കണം. പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് കിട്ടുന്ന മാർക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എന്ത് ചെയ്യാം, എവിടെ നമ്മുടെ പൊസിഷൻ ഉണ്ടാവും. അതിനുശേഷം ഇവിടെ നമുക്കറിയാനുള്ളത് ടോട്ടലായിട്ട് 100 ചോദ്യങ്ങളാണുള്ളത്. ഈ 100 ചോദ്യങ്ങളിൽ 75 ചോദ്യങ്ങളെന്ന് പറയുന്നത് ട്രേഡ് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. ഓക്കെ, 15 ചോദ്യങ്ങളെന്ന് പറയുന്നത് ന്യൂമറിക്കൽ എബിലിറ്റി അഥവാ മാത്സിൽ നിന്നുള്ള 15 ചോദ്യങ്ങളുണ്ടാവും. ഓക്കെ, പിന്നീട് 10 മാർക്കിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ അവയർനെസ് GKയും അതുപോലെ കറണ്ട് അഫെയർ ആ ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കിൽ നിന്നും ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അതിൽ 100 ക്വസ്റ്റ്യനും ഓരോ ക്വസ്റ്റ്യനും 1 മാർക്കാണ്. ഒരു സന്തോഷ വാർത്ത, ഇവിടെ നെഗറ്റീവ് മാർക്കില്ല. മാത്രമല്ല 120 മിനിറ്റുകൾ 100 ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമുക്ക് സമയമുണ്ടായിരിക്കും. ഇനി ഒരു ദിവസം തന്നെ 2-3 ഷിഫ്റ്റുകളിലായിട്ടൊക്കെയാണ് എക്സാം നടക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ നോർമലൈസേഷൻ ഉണ്ടായിരിക്കും. എന്താണ് നോർമലൈസേഷൻ എന്നൊക്കെയുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ളത് കാര്യങ്ങൾ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. അതായത് ചില ഷിഫ്റ്റിൽ വലിയ കട്ടിയുള്ള ചോദ്യവും ചില ഷിഫ്റ്റിൽ കട്ടി കുറഞ്ഞ ചോദ്യമൊക്കെ വരും. അപ്പോൾ എന്ത് ചെയ്യും, എല്ലാവരെയും ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നോർമലൈസേഷൻ പ്രോസസ്സ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെ ഇവിടെ സിലബസും പറയുന്നുണ്ട്. ഈ ഒരു സിലബസിൽ നിങ്ങൾക്ക് ഇതിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്ഥലവും കാലവും അതൊന്നും പ്രശ്നമല്ല, ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തുകൊള്ളുക. കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്തുകൊള്ളുക, യാതൊരു പ്രശ്നമില്ല. ഓക്കെ, ഇനിയത്തെ പ്രധാനപ്പെട്ട തീയതികളാണ് നമുക്ക് അറിയാനായിട്ടുള്ളത് അല്ലേ. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട തീയതികൾ? നമുക്ക് ഡേറ്റ് ഓഫ് ഓപ്പണിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ അപ്ലിക്കേഷൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ജൂലൈ 22 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് മാസം 21-ാം തീയതി വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ, അതായത് ഒരു ഏകദേശം അവരുടെ ഒരു അസംഷനാണ്, ഈ ഒരു തീയതിയിൽ നടക്കാൻ സാധ്യതയുണ്ട്. അഡ്മിറ്റ് കാർഡ് 10/9/2024 കൃത്യമായിട്ട് ഈ ഡേറ്റ് നടക്കുമെന്നല്ല, എന്നാലും എന്ത് ചെയ്യും, ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരടുത്ത തീയതിയിൽ ഇത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ ഡേറ്റിലോ ഒക്കെ ആയിട്ട് എന്ത് വരും, ടെൻറ്റേറ്റീവ് ഷെഡ്യൂളാണ്. ഈ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സെപ്റ്റംബർ 2024 തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, റിസൾട്ട് വരും. ഒക്ടോബറിൽ 3-ാം ആഴ്ച തന്നെ ഷോർട്ട് ലിസ്റ്റ് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്, വളരെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ആയിട്ട്. പിന്നെ കൂടുതൽ വിഷയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു PDF വളരെ വിശദമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. നമുക്കറിയേണ്ട വളരെ 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 പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്താണ്, ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിലെ പൈപ്പ് ലൈൻ ഡിവിഷനിൽ 23,000 മുതൽ 78,000 രൂപ സാലറിയിൽ വ്യത്യസ്ത ടെക്നിക്കൽ അറ്റൻഡൻറ്റ് പോസ്റ്റുകളിലേക്കാണ് IT-യുടെ വിവിധ ക്വാളിഫിക്കേഷനുള്ളവരെ ക്ഷണിച്ചിട്ടുള്ളത്. അപ്ലൈ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പഠിക്കാനുള്ള സിലബസ്
ട്രേഡ് ബേസ് ചെയ്തുള്ള 75 ചോദ്യങ്ങളും അതുപോലെ തന്നെ ന്യൂമെറിക്കൽ എബിലിറ്റിയിൽ നിന്നുള്ള 15 ചോദ്യങ്ങളും ജനറൽ അവയർനെസ്സിൽ നിന്നുള്ള 10 ചോദ്യങ്ങളുമായിരിക്കും. ഓക്കെ, എക്സാം സെൻറ്ററുകൾ ചെന്നൈയോ ബാംഗ്ലൂരോ ഒക്കെ തിരഞ്ഞെടുക്കാനും കഴിയും. അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാവരും എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക, അപ്ലൈ ചെയ്തു കൊള്ളുക. ഓക്കെ, താങ്ക്